ഇത് ഇന്നലെ വന്ന ഒരു പത്രവാർത്തയാണ്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് പ്രവേശനം സംബന്ധിച്ചാണ്. സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത്, ഉടുപ്പിട്ട് തന്നെ കയറണം. സവർണരുടെ ആധിപത്യമാണ്. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ പൂവിടുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലേലും നമുക്ക് പറയാനുള്ള ഒരു അവകാശം. കാരണം ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇവരാരും മാത്രമല്ല. ഇവിടുത്തെ ഒരു സംഘടനയുടെ ഒരു മത വിഭാഗത്തിൻ്റെ അവരെല്ലാവരെയും പ്രതിനിധിയാണെന്നാണ് പറഞ്ഞാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങനെ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഓഹോ, നമുക്കെന്നെ തർക്കം. അവരുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഷർട്ട് ഇട്ട് കയറണമെന്ന് അവർ തീരുമാനിച്ച് നടന്നോട്ടെ. നമ്മളിതിനെ എതിർക്കാൻ പോകുന്നത്? നമ്മൾ എതിർക്കുന്നില്ല. ആ ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് ഏതെങ്കിലും നായർക്കോ അല്ലെങ്കിൽ മറ്റ് അതല്ലാത്ത ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ പോക്കൂ. ഒരു പ്രയാസവുമില്ല. പക്ഷേ ഈ കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഉടുപ്പ് ഇടിയിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിൻ്റെ ആകട്ടെ, ഹിന്ദുവിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ ഉണ്ട്. ആ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഉടുപ്പ് ഇട്ട് കയറാനുള്ള ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഈ വലിയ കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അധസ്ഥിതരായ ഈ താഴേക്കടയിലുള്ള ആളുകളെ ക്ഷേത്ര പ്രവേശനത്തിന് അനുവദിച്ചു. ഇവിടെ ഈ മൂലയ്ക്കിരിക്കുന്ന ഒരു ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, മന്നത്ത് പത്മനാഭന്റെ ക്ഷേത്രം, അദ്ദേഹം എല്ലാവർക്കും പ്രവേശനം തുറന്നു കൊടുത്തല്ലോ. അവിടെ ഉടുപ്പില്ലാതാണ് ആള് കയറുന്നത്. അവിടെ ഉടുപ്പില്ലാതെയും ഉടുപ്പിട്ടും വിശ്വാസം അനുസരിച്ച് കയറും. അതുകൊണ്ട് NSSന് പറയാനുള്ളത്, ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. NSSന്റെ അഭിപ്രായം അതാണ്. അവരവരുടെ തീരുമാനം എടുത്തോട്ടെ, നമുക്ക് യാതൊരു എതിർപ്പുമില്ല. ഈ പരിഷ്കാരങ്ങളും ഈ പുരോഗമനവാദവും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയതാ, ഇല്ലേ? അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാൻ മേലെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ആളല്ലേ ശ്രീ മന്നത്ത് പത്മനാഭൻ. എന്താണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നിട്ടു. അവിടെ ഒരു നിബന്ധനയുമില്ല. ഹൈന്ദവർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാം, വിശ്വാസികൾക്കും പ്രവേശിക്കാം, ഒരു തടസ്സവുമില്ല.
അത്രയും പുരോഗമനപരമായ ചിന്തയുള്ള ഒരു വലിയ മഹാമനുഷ്യൻ നടത്തുന്ന തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തോട് ഉപദേശിക്കാൻ, ഈ കാര്യങ്ങൾ ഉപദേശിക്കാൻ തക്കതായ അവകാശം ഇല്ല. നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ നടപ്പാക്കിക്കോളൂ, ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇഷ്ടം പോലെ ചെയ്യാം. ഉടുപ്പിട്ട് കയറാവുന്നിടത്ത് ഉടുപ്പിട്ട് കയറാം, ഉടുപ്പിടാതെ കയറാവുന്നവർക്ക് ഉടുപ്പിടാതെ കയറാം. അത് ചാതുർവർണ്ണയമൊന്നും നിലത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ഉടുപ്പിട്ട ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാൻ തീരുമാനമെടുത്തിട്ടുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവരുടെ ശാസന അംഗീകരിക്കാതിരിക്കരുത്. ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളിൽ പോകണം. നമ്മളതിനെ എതിർക്കണ്ട. നമ്മുടെ ഓരോ ക്ഷേത്രം ശബരിമലയിൽ എങ്ങനെയാണ് ഉടുപ്പിന്റെ പുറത്ത് ഉടുപ്പും അതിന്റെ പുറത്തൊരു കമ്പിളിയും കൂടെ വെച്ചാൽ പോകുന്നത്. അത് അവിടുത്തെ സാഹചര്യം അതാണ്. എല്ലാ ജാതിക്കാരും അവിടെ പോകുന്നില്ല, ഹിന്ദുക്കളല്ലാത്ത ആളുകളും പോകുന്നില്ല. അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. അത് ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവരുണ്ട്. അതിലൊരു വിഭാഗമായി ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് എതിരൊന്നുമല്ല കേട്ടോ, യാതൊരു എതിരുമില്ല. അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ചെയ്ത് നടപ്പാക്കാം, അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാം. പക്ഷെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് NSSന്റെ അഭിപ്രായം. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാക്കിയതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ 2 ദിവസമായി ഈ കേരളത്തിൻ്റെ വടക്കറ്റം മുതൽ തെക്കറ്റം വരെയുള്ള ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളവർ എന്ത് ത്യാഗം സഹിച്ചു, ഉള്ള അവസരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ, പരസ്പരം അതറിഞ്ഞു പോകുവാൻ ആയി ഇവിടെ വന്നെത്തിയ എൻ്റെ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ജി സുകുമാരൻ നായർ പുരുഷന്മാരുടെ മേൽവസ്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ NSSന്റെ പ്രതികരണം ശക്തമായ ഭാഷയിൽ തന്നെ അറിയിച്ചത്. മുഖ്യമന്ത്രിക്കും ശിവഗിരിക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറയുകയായിരുന്നു ജി സുകുമാരൻ നായർ. ഇവിടെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളുണ്ട്, ആചാരങ്ങൾ കൈകടത്തേണ്ടതില്ല എന്ന് തന്നെ പറയുകയാണ്. ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രം ഇത്തരം വ്യാഖ്യാനങ്ങളുള്ളോ എന്നുകൂടി ചോദിക്കുന്നു ജി സുകുമാരൻ നായർ.